ഇറ്റ്സ് മീ റംഷി. സോ ഗൈസ്, നമ്മളിന്ന് തമിഴ്നാട് വരെ പോവാണ്. നമ്മളിപ്പം തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡിബിനേറ്റർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ ഡിബിനേറ്ററിൻ്റെ വീട്ടിൽ പോവാണ്. അവിടെ 1935 ബ്രിട്ടീഷുകാർ കൊടുത്ത ഒരു സാധനമുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് കണ്ട്, പിന്നെ അവിടെ ഒരു ടവർ ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കയറി, പിന്നെ അവിടെ എന്താ ഒരു പ്ലൈൻ ട്രീ മരത്തിൻ്റെ സ്ഥലമുണ്ട്. നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് വരാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണില്ല. പോണ ബൈക്ക് ചെറിയ കുറച്ച് ഷോർട്ട് ഇടാം. നമ്മൾ ബൈക്കിലാണ് പോണേ. സോ ഇപ്പോൾ കാണിച്ചിടാം. വീഡിയോ എടുക്കാൻ പറ്റുമെന്നല്ല ബൈക്ക് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ബൈക്ക് ഇതാ ആയിരുന്നു. അയ്യോ അതാ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കാണാം. അങ്ങനെ നമ്മൾ തമിഴ്നാട് ബോർഡർ എത്താനായിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തി. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്. മുമ്പി ചെക്ക് പോസ്റ്റ് നമ്മളെ പോലീസ് പോയി 2000 ഇപ്പോൾ തന്നെ ഹാപ്പിയായി പോവാണ്. ഗൈസ് ആകെ മുമ്പി ഗൈസ് പോലീസ് പിടിച്ചു ഞങ്ങളെ ചെക്ക് പോസ്റ്റിൽ. അങ്ങനെ 2000 രൂപ കയ്യിൽ നിന്ന് പോയി. കൈക്കൂലിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങളാകെ മൂഞ്ചി. ഞങ്ങളെ തമിഴ്നാട് പോലീസ് പൊക്കി. ഒന്നുമില്ല, നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ടിലത്തെ നമ്പർ പ്ലേറ്റ് കാണാമല്ലായിരുന്നു. അപ്പോൾ അത് നേരെ അതിൻ്റെ റൂം കിടക്കുന്നുണ്ട്. അപ്പോൾ ഓല് കൈയാട്ടി നിർത്തി. എന്നിട്ട് പറഞ്ഞ് എവിടേക്കാണ് പോകണം ചോദിച്ചു. ഞങ്ങളിവിടെ എരുമാട് വരെ എന്ന് പറഞ്ഞ് ഡിബിൻ്റെ വീട്ടിലാണ്, പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലാണെന്നൊക്കെ പറഞ്ഞ് എല്ലാം പറഞ്ഞപ്പോൾ അയാൾ അറിയാം 15000 രൂപ ഫൈൻ ഉണ്ട് എന്ന്. ഞങ്ങൾ ആകെ അൽവ വീട്ടിൻ്റെ കൈയൊക്കെ കടന്ന് വിറയ്ക്കുക. എവിടുന്ന് എടുത്ത് കൊടുക്കാനോ പൈസ. അങ്ങനെ ലാസ്റ്റ് കയ്യിലുള്ള 100 രൂപ സാലറി കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാം പറഞ്ഞപ്പോൾ അയാൾ ഞങ്ങൾ ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. റൂമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു 2000 രൂപ തരാൻ. ഫൈന് നിങ്ങൾ അവിടെ പോയി അടിക്കണ്ട, ഇപ്പോൾ തന്നാൽ 2000 രൂപ മതിയെന്ന്. അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടല്ലോ. 2000 രൂപ മതിയല്ലോ, അല്ലേ 15000 രൂപ ഗോവിന്ദ. അങ്ങനെ അപ്പം തന്നെ ഞങ്ങളെ അക്കൗണ്ടിനെയൊക്കെ വിളിച്ച് പൈസ കിടിപ്പിച്ച് പൈസ അയച്ചു കൊടുത്ത്. അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത്. ആകെ മുഞ്ചിട്ട് ഇപ്പോൾ ഡിബിനേട്ടൻ്റെ പറമ്പിലെത്തിയിട്ടുണ്ട്. ഈ ടവറുണ്ടോ ഇതിൽ ഇപ്പം എന്താ ഇതുണ്ട്, കറണ്ട് ഉണ്ട്. സോ നമുക്ക് കയറാം ഗൈസ്. അതാ അവിടെ അതാ അവിടെ ഒരു ടവറുണ്ട് കണ്ടോ. ആ ടവറിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. നമുക്ക് അവിടേക്ക് ഒന്ന് കയറാം. പിന്നെ ഞാൻ പറഞ്ഞ സാധനമില്ലേ 1935 ബ്രിട്ടീഷുകാർ കൊടുത്ത സാധനം, അത് നമുക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് കാണാം. അമ്മേ നമുക്ക് ഡിബിനേട്ടൻ്റെ മുഖം കാണിച്ചു തരാം ഗൈസ്. മടി ഗൈസ്, ഭയങ്കര മടി. ടവറിൻ്റെ മുകളിൽ കയറാ ഡിബിനേട്ടാ, ബാ ഇതിലെ പോവാ. കണ്ടോ തിരിഞ്ഞു നോക്കൂല ഗൈസ്. മുഖം കാണിക്കാണ്ട് എടുക്കണം. അപ്പം മുഖം കിട്ടി. ഇതാണ് ഡിബിനേട്ടൻ. ഡിബിനേട്ടൻ്റെ ഫാനാണ് ഞാൻ. കഥ കേട്ടിരിക്കണേ. അമ്മ രസമറിയോ കഥ കേൾക്കാൻ അയാളെ. ഇയാൾക്കൊരു ലവ് സ്റ്റോറി ഉണ്ട് അവനെ. എന്തായിരുന്നു നമ്മളെ സിനിമൻ്റെ പേര്? ആണോ സീതാറാമോ? അങ്ങനെ പേര് സീതാരാമാണോ അതോ സീതാറാം? ആ, അതിലുള്ള പോലെ അതേ മോഡൽ കഥ. അതിൽ കുറച്ച് കഥ കേട്ടോ, മരിക്കണമൊന്നുമില്ല. അതിലുള്ള കുറച്ച് സീൻസുള്ള അതേപോലെയുള്ള കഥ. ആകെ നമുക്ക് ഒരു വട്ടം കേൾക്കാം ഗൈസ്. ഇപ്പം നമുക്ക് ഈ ടവറിൻ്റെ മണ്ടേ കയറാം. ഓക്കെ, പോലീസ് നോക്കി 2000 രൂപ പോയി ഗോവിന്ദായി. ഇനി നമുക്ക് ഇതെങ്കിലും കയറിയിട്ട് പിന്നെ മോൾ കയറിയിട്ട് കാണിച്ചിട്ട് നമുക്ക് അടുത്ത പോകാനുള്ളൊരു സ്ഥലം. ഓക്കെ, നമുക്ക്
പിന്നെ കയറിയിട്ട് കാണാം ഗൈസ്. തലടിക്ക് ചോക്കളതിൻ്റെ തല അവിടെ അടിച്ച് ചോര ചെയ്യുന്നുണ്ടോ എന്തോ. അങ്ങനെ ടവറിന്റെ മേലെത്തിണ്ട്. ഒരു സ്ഥലമുണ്ട് ഗൈസ്, നമുക്ക് അവിടേക്കൊക്കെ പോവാനുണ്ട്. ഇനി തിരിച്ചു പോകുമ്പോൾ ഇനി നമ്മൾ എത്ര രൂപ കൊടുക്കണം എന്നാണ് ഇപ്പോൾ എൻ്റെ ആലോചന. സാലറി മുഴുവൻ ഇവിടെ കൂടെ കൊടുക്കേണ്ടി വരും. അയ്യോ ഗൈസ്, ഞങ്ങൾ മേലെ എത്തി ഗൈസ്. ഒരാളെ കയറിയായിരുന്നു, ഡിബിൻ കയറിയായിരുന്നു ഗൈസ്. നോക്കൂ, കണ്ടോ കയറുന്നു, നോക്കോ. ഏറ്റവും ടോപ്പിലെത്തി. ഏറ്റവും ടോപ്പില്ല, ഇനിയും കയറാനുണ്ട്. തമിഴ്നാടാണ് ഗൈസ് ഈ കാണുന്നതൊക്കെ. ഞങ്ങളവിടെ ഉള്ള പാറയാണല്ലോ, കൽപ്പറ്റ ഭാഗം. അയ്യോ, അവിടെ നമുക്ക് ഗ്രൗണ്ട് സ്കൂളൊക്കെ ഉണ്ട്. പെട്രോൾ പമ്പ്, ഡിബിൻ്റെ വീട്, ഡിബിൻ്റെ പുതിയ വീട് കെട്ടുന്ന സ്ഥലം. താഴെത്തിയിട്ട് കാണാം. പോലീസുകാരൻ ഗൂഗിൾ നമ്പർ വന്നിട്ടേ അപ്പൊ കാഞ്ഞിങ്ങനെ വിറക്കണ നമ്പറൊക്കെ അടിക്കുമ്പോ മാറിപ്പോവാ. പിന്നെ ആർക്കായാലും വിറക്കില്ല കൈ അല്ലേ ഗൈസ്? കൈ വിറക്കാണ്ടിരിക്കും, കൈ വിറയ്ക്കും. അതിപ്പോ ഈ അന്നയാണ് പൊക്കിയെങ്കിൽ ശരിയാണേ. ചായത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ നടക്കുകയാണ്. തേയിലത്തോട്ടം. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട് ഗൈസ്. നമുക്കിനി മറ്റേ ഞാൻ പറഞ്ഞ 1935 കിട്ടിയ ഒരു സാധനം കാണിച്ചു തരാം. അതെന്താണ്? ഈ കണ്ടിട്ടില്ലല്ലോ? ഇവനും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അത് കാണാം. നമ്മുടെ ഡിബിൻ്റെ പുതിയ വീട് പണി നടക്കാൻ പോകുന്ന സ്ഥലമാണിത്. ഓക്കെ, ഇവിടെയാണ് വീട് പണി നടക്കാൻ പോകുന്ന സ്ഥലം. ഇപ്പോൾ ഡിബിൻ്റെ ആദ്യത്തെ എത്ര വർഷം പഴക്കണ്ടാവും ആ വീട്? മിനിമം ഒരു 80-90 വർഷം പഴക്കമുള്ള വീട്ടിലാണ് ഇപ്പോൾ ഡിബിൻ താമസിക്കുന്നത്. ഒരു ചെറിയ വീട്, പക്ഷെ നല്ല രസമാണ്. അതിൽ മച്ചുംപുറമൊക്കെ ഉണ്ട്, നല്ല രസമാണ്. പണ്ടത്തെ അതേ മോഡൽ വീടാണ്. അപ്പം നമുക്ക് അതൊക്കെ ഡിബിൻ്റെ പട്ടീനെ കാണിച്ചു തരാം. നോക്കോ, ഇപ്പോൾ അയ്യോ ഞങ്ങളതിൻ്റെ മണ്ടയിലൊക്കെ കയറി ഇറങ്ങി ഡിബിൻ്റെ വീട്ടിലെത്തി. ബ്രൂണോന്റെ അടുത്ത് വന്നപ്പോ ഇവന് ദേഷ്യം ഗൈസ്. ബ്രൂണോന്റെ അടുത്ത് ഇതാക്കുന്നേ. ഇത് ലാബല്ലേ? ലാബ്. ഇതിന്റെ ബ്രൂണോന്ന് പേര്. ഇതിന്റെ അന്നെ പേടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ എന്താ പേര്? ഇതിന്റെ പേരെന്തായിരുന്നു? പിന്നല്ല ഗൈസ്, പറഞ്ഞ സാധനം 1935 ബ്രിട്ടീഷുകാർ കൊടുത്ത സാധനമാണിത്. ഇതെന്തിനു യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? ഓക്കെ, കണ്ടോ ഗൈസ്, ലാബ് ഒതുങ്ങിയിരിക്കുന്നു. ഇനി അതിൻ്റെ കൂടെയും കുറവുണ്ട്. ഇത് എവിടം വരെ ഉണ്ട് പോയി കയറ്. മോനെ കടിച്ചോ. യെസ്, എത്ര വർഷമാടാ പറഞ്ഞേ? 74 വർഷം. 74 വർഷമായിട്ടുണ്ട്. മീനുണ്ടോ? കയറി വരുന്നിടത്ത് തന്നെ മീനൊക്കെ വെച്ചിരിക്കുക. ഏതല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇതാരോ പറഞ്ഞിനു, മറന്നുപോയി. അച്ഛൻ അങ്ങനെന്താണ്. ഇതാണോ ഡിബിൻ്റെ കലാവിരുതാണ് കാണുന്നത് ഗൈസ്. ഡിബിൻ്റെ കലാവിരുന്നുകൾ. ഡിബിൻ്റെ അമ്മേൻ്റെ ഫുഡ് ഗൈസ്. ചിക്കൻ, പപ്പടം, പരിപ്പ് കറി, ചിക്കൻ. ഇതെന്താ മീൻകറി? ഇതെന്താ വീട്ടോട്ടോ? ചോറ്.
ഇതായിരിക്കണു ഒരാൾ. ഇതായിരിക്കും അടുത്ത ആൾ. മടിയാണോ ഗൈസ്? മടിയാണോ? ഇത് കഴിച്ചിട്ട് വരാൻ ഗൈസ്. നമ്മള് ഇപ്പോ എടാ ഇതിന്റെ പേരെന്താ ഈ മരത്തിന്റെ? പ്ലൈൻ ട്രീയോ എന്തോ സാധനം. എന്തോ സാധനം ഇതാ ഇതുണ്ടാവണ സാധനം. ഇതാ ഇങ്ങനത്തെ ഒരു സാധനം കണ്ടോ? ഞങ്ങൾ ഡിബി വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിനെ കണ്ടപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. സോ ഇതുപോലെ എന്തോ ഉണ്ട്. തമിഴിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴാണോ കന്നഡയാണോ? തമിഴ് തന്നെ. തമിഴിലെന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഒരു ഇതില്ല അല്ലേ? ഓക്കെ, അങ്ങനെ കാണില്ല ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഞാൻ ഇവിടെയും എത്തി ഗൈസ്. ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഇവിടെ കടിപൊടിയാ, നല്ല രസമാണ്. പക്ഷെ ഇവിടെ മിസ്യൂസ് ചെയ്യാൻ വേണ്ടി വരരുത്, നല്ല പണിയൊക്കെ ആവും. സോ ഡിപ്പിനോടെ ഓക്കെ അങ്ങനെ ചെക്ക് പോസ്റ്റിൽ നിന്ന് പൈസയും പോയി തമിഴ്നാട്ടിലും എത്തി. ഉള്ള സ്ഥലവും കണ്ട് എല്ലാം കൊണ്ടും ഇന്ന് 3 ദിവസമായിട്ടുണ്ട് ഗൈസ്. ഈ കൈക്ക് എന്തോ പറ്റിയിട്ടുമുണ്ട്. എന്തോ ഭയങ്കര വേദന കണ്ടോ? ഇത് അടിച്ചിരിക്കുന്നുണ്ടോ? എന്തൊരു വേദനയാ, ഫുള്ള് പരിക്കാണ്. ആരൊക്കെയൊക്കെയോ വരുന്നുണ്ട്. എന്താവോ എന്തോ. ഇനി അടുത്ത പള്ളി എന്താണോ എന്തോ. ഇത് തിരിച്ചു പോകുമ്പോൾ കാണാം അടുത്ത പള്ളി. അയ്യോ വയ്യ മോനെ, വയ്യ. നമ്മൾ തിരിച്ച് പോവുകയാണ് മോനെ. ഒരു പെട്രോൾ പമ്പിൽ എത്തി. അവിടെ അപ്പോൾ എണ്ണല്ല. അപ്പോൾ ഡിബിന് അപ്പുറത്ത് പോയിട്ട് അടിക്കാൻ പോയിരിക്കുകയാണ്. ഡിബിൻ്റെ വീടിൻ്റെ തൊട്ട ഫ്രണ്ടിൽ പെട്രോൾ പമ്പ് ഉണ്ടായിട്ട് ഇവിടെ വന്നിട്ട് അടിക്കണം. എന്നാൽ ഓർത്ത് വെക്ക് കായപ്പ്. ഒരു ഉത്തരം കാണിച്ചു കേട്ടോ, നോക്കിക്കോ, വെയിറ്റ് ചെയ്യാം. ജിഷ്ണു അവിടെ ഇരിക്കുന്നുണ്ട്. നോക്ക് ഗൈസ്, ബസ് സ്റ്റോപ്പ്. ഇതിൽ ഇനി മഞ്ഞ ഒരു ഓറഞ്ച് പോവാ, മറ്റേ പൊട്ടുന്ന സൈസല്ലേ. അത് ഫുള്ളായിട്ട് വന്ന അമ്മ ലുക്കായിരിക്കും കാണാൻ. സെറ്റ്. പെട്രോൾ പമ്പിൻ്റെ നേരെ ഫ്രണ്ടിൽ ഫോട്ടോ അടിക്കാമല്ലേ. ഞാൻ ചെക്ക് പോസ്റ്റിൽ പോലീസ് പിടിച്ചിട്ടില്ലെങ്കിൽ 4000 രൂപ പോകില്ലെങ്കിൽ വയനാട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. സോ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.